പാലക്കാട് നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ചില മാധ്യമപ്രവർത്തകർക്കൊക്കെ ആ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കായിട്ട് തരികയും ചെയ്യാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തായാലും ദയനീയമായി പരാജയപ്പെടും എന്ന് ബോധ്യമുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പണമൊഴുക്കിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലയിടത്തായിട്ട് പല വോട്ടർമാരും നമ്മളോടൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ. പക്ഷേ ഇന്ന് കണ്ട ഏറ്റവും ജനാധിപത്യത്തിൻ്റെ വിരുദ്ധമായ കാഴ്ച എന്ന് പറയുന്നത് പാലക്കാട്ടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അവർ ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുകയാണ്. അവർ പോകുന്ന വീടുകളിലെല്ലാം അവരുടെ വാഹനത്തിൽ ഒപ്പം പോകുന്നവരുടെ ഏറ്റവും വിശ്വസ്തയായ സഹായിയായ സഹപ്രവർത്തക, ആ സഹപ്രവർത്തക ഇവർ പോയതിൻ്റെ തൊട്ടു പിന്നാലെ ഈ വീടുകളിൽ പണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോൾ പാലക്കാട് കണ്ണാടിയിൽ തെരുവക്കുറിശ്ശിയിൽ ഇങ്ങനെ പണം ശ്രീമതി ശോഭാ സുരേന്ദ്രനോടൊപ്പം പോയ ആളുകൾ വിതരണം ചെയ്യുന്നത് കണ്ട് അവരുടെ പിന്നാലെ പോയി ചോദ്യം ചെയ്യാൻ ശ്രമിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തിയ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിൻ്റെ മുഖം അടിച്ച് പൊളിക്കുമെന്നാണ്. ആ വിഷ്വൽസും തരാം. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കള്ളം പിടികൂടിയ ആളോട് മുഖം അടിച്ചു പൊളിക്കുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് നിൽക്കുന്ന സാഹചര്യത്തെ പാലക്കാട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണും. പാലക്കാടിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത മതേതരത്വത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നൊരു മണ്ണാണ്. പണക്കൊഴുപ്പ് കൊണ്ടോ കോടികൾ മറിച്ചാലോ പാലക്കാട്ട് ആ മതേതര മൂല്യം ഉള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പാലക്കാട്ടൊന്ന് വോട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കൊടുക്കുന്ന പണം അത്രയും വേസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് മതേതര ചേരിക്ക് ജയിക്കാൻ കഴിയൂ. അവിടെ ഈ വർഗീയതയ്ക്ക് പണം മുടക്കിയാലും വർഗീയത ജയിക്കില്ല എന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അല്ല, പാലക്കാട് ഇത് വ്യാപകമായിട്ട് നടക്കുന്നു. അത് കേരളത്തിൽ തന്നെ എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ അടൂരിലെ കേസ് നമുക്ക് നോക്കാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അടൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൻ്റെ മറ്റൊരു മാതൃകയാണ് കാണുന്നത്. ഇപ്പോൾ ശ്രീ വിനു മോഹൻ കഴിഞ്ഞ തവണത്തെയും തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങ് ഓർക്കുന്നുണ്ടാകും, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ശ്രീ MG കണ്ണനെ പറ്റി ഇതുപോലൊരു അപവാദ അപഖ്യാതി നോട്ടീസ് ഈ അടൂർ നിയോജകമണ്ഡലത്തിൽ പ്രചരിപ്പിച്ചു. സമാനമായ വാക്കുകളായിരുന്നു. ശ്രീ MG കണ്ണൻ്റെ ഒരു സുഹൃത്ത് കൊല്ലപ്പെടാനുള്ള കാരണം ശ്രീ MG കണ്ണനാണ് എന്ന് പറഞ്ഞുകൊണ്ട് MG കണ്ണൻ കൊലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ് ഇവിടെയെല്ലാം വിതരണം ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, MG കണ്ണൻ ആ അപവാദ പ്രചരണം താങ്ങാൻ കഴിയാതെ ഹൃദയവേദനയോടുകൂടി RDOയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കാഴ്ച ഇപ്പോഴും അടൂരെ ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്നിതാ വീണ്ടും ഒരു കാഴ്ച. അത് മണ്ണടി മേഖലയിലൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് CPM SDPIയും തമ്മിൽ ഉള്ള ധാരണയെപ്പറ്റി. മണ്ണടി മേഖലയിൽ CPMൻ്റെയും SDPIയുടെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് പോയിട്ടാണ് ഇവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ CV ശാന്തകുമാറിനെതിരായിട്ട് CV ശാന്തകുമാർ കൊലക്കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപവാദ നോട്ടീസ് പ്രചരിപ്പിച്ചത്. ആ അപവാദ നോട്ടീസ് പ്രചരിപ്പിക്കുന്നത് കണ്ട് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് വന്നവരാണ് അടൂരിൻ്റെ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ടുള്ള ശ്രീ ചിറ്റയം ഗോപകുമാർ. അതായത് ഊരും പേരുമില്ലാത്ത, പബ്ലിഷറുടെ പേരില്ലാത്ത, ഏത് കമ്മിറ്റി അടിച്ചു എന്ന് ഉറപ്പില്ലാത്ത ഒരു നോട്ടീസ് വിതരണം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നോവുന്നത് അടൂരിൻ്റെ MLAയ്ക്കും ഡെപ്യൂട്ടി സ്പീക്കറുമായ വ്യക്തിക്കാണെന്ന് പറയുമ്പോൾ ആ പ്രിൻറ്റിംഗ് ഹൗസ് എവിടെയാണ് എന്ന് അടൂരുകാർക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് 2021 MG കണ്ണൻ ഒഴുക്കിയ ആ കണ്ണുനീര് ഇന്ന് CV ശാന്തകുമാർ അലമുറ ഇട്ടുകൊണ്ട് എൻ്റെ പേരിൽ അത്തരത്തിലൊരു കേസുമില്ല എന്ന് വിളിച്ചു പറഞ്ഞ ആ കരച്ചിൽ അത് അടൂര് കേൾക്കും. അടൂരിലും ഇത്തവണ മാറ്റമുണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും. നിങ്ങൾക്കതിൻ്റെ വിഷ്വൽസ് ഇതിനോടകം തന്നെ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. SDPIയുടെ പഞ്ചായത്ത് മെമ്പർ CPMൻ്റെ സ്ക്വാഡ് വർക്കിൽ ഇറങ്ങി നിന്നിട്ട് കൊടുക്കുകയാണ്. ആ നാൻപറ്റ മകനോട് മാപ്പിരന്നിട്ട് വേണം അടൂരിലെ CPMൻ്റെ നേതാക്കന്മാർ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ടെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.